ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടെ എപ്പിസോഡ്. കാരണവരുടെ ഫോം മാറിയിട്ടില്ലല്ലോ. ഈ വീട്ടിൽ വേറെ ആരും ഇല്ലയെന്നാ ചോദിച്ചത്. വീട്ടിൽ കയറി വന്ന് മര്യാദയ്ക്ക് സംസാരിക്കടാ. കിളവൻ നിന്റെ അച്ഛനാ. നിങ്ങൾക്ക് മര്യാദ വേണം അല്ലേ? അത് ഞാൻ കുറച്ച് പഠിപ്പിക്കാം. നിങ്ങളുടെ മോൻ മെക്കാനിക്ക് ഇവിടെ ഇല്ലയോ? വണ്ടി നന്നാക്കാനാണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയാൽ മതി, അല്ലാതെ വീട്ടിൽ വരുന്ന എന്തിന്? കിളവൻ ആംബിയർ പോയിട്ടില്ല. ഇല്ലടാ പോയിട്ടില്ല. നിനക്ക് വേണോ? താൻ തൻ്റെ മോനെ വിളിക്ക്. എടാ മെക്കാനിക്കലെ, നീ ഇറങ്ങി വാ, അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് കയറി വരും. എടാ നീ കുറേ നേരമായല്ലോ, എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കരുത്. ഈ പ്രായത്തിൽ ഞാൻ കൂമ്പിനിട്ട് ഇടി തരും. എന്നാ നോക്കട്ടെടാ. അപ്പോഴത്തേന് സുഭാഷ് ചേട്ടനും സുധീഷും കൂടെ ഇറങ്ങി വരുന്നത്. എന്താ അവിടെ കാര്യം? ആരാ ഇത്? ആ മെക്കാനിക്കൽ എവിടെ? അവനെ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. പറഞ്ഞാൽ ഈ കിഴങ്ങനെ മനസ്സിലാവണ്ടായോ? എന്താ കാര്യം? ബൈക്ക് നന്നാക്കാൻ വന്നയാണെങ്കിൽ ഷോപ്പിൽ പോയി കാണിക്കുക, അല്ലാതെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് അഭ്യാസം കാണിക്കുകയല്ല വേണ്ടത്. ആ കിളവനോട് മിണ്ടാതിരിക്കുക. കിളവനോ? നീ ആരാന്നാ ചോദിച്ചത്? ആ മെക്കാനിക്കൽ എവിടെ പോയി? അവൻ ഷോപ്പിലാ. അവനെ കണ്ടിട്ട് എന്താ കാര്യം? അവന് നീ എന്താ പ്രശ്നം? അവന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ വെറുതെ ഇരുന്നാൽ നിന്റെ അച്ഛൻ വന്ന് ബൈക്ക് ശരിയാക്കുമോ? അവന് പറഞ്ഞാലും മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ആരാന്ന് കണ്ടിട്ട് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുവോ? ആരാണ്? പണിയെടുത്ത് ജീവിക്കുന്നവനോട് വെറുതെ ഇരിക്കാൻ പറയുന്നോ? മര്യാദയ്ക്ക് സ്വന്തം പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം, അല്ലാതെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നിൽക്കുവല്ല. അവൻ എന്തിനാ എൻ്റെ അനിയത്തിയുടെ പിറകെ നടക്കുന്നത്? നിന്റെ അനിയത്തി എന്ന് പറയുമ്പോൾ അത് ആരാണ്? നീതുവോ? ആ, ഇതാരാ? ഓട്ടക്കാരൻ്റെ ചന്ദ്രൻ്റെ മോളോ? അതെ. കടവത്ത് വണ്ടി ഇട്ടായിരുന്നു. ഇവൻ കയറി ഓണടിച്ചു. ഞാൻ ചന്തയ്ക്ക് 4 പിടച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ നാട് വിട്ടു പോയതല്ലേ? എപ്പം തിരിച്ചു വന്നു? ആദ്യമേ ചോദിച്ചപ്പോഴേ പറയാമായിരുന്നല്ലോ. നീതുവിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞത്? മേലിൽ അവളോട് സംസാരിക്കാതിരിക്കാൻ പറഞ്ഞാൽ മതി. അവനോട് അവൾ വന്ന് സംസാരിച്ചാൽ എങ്ങനെ അവൻ സംസാരിക്കാതിരിക്കും? നിന്റെ അച്ഛനോട് നേരത്തെ പറഞ്ഞാനോ അവനോട് വന്ന് മിണ്ടല്ലേ എന്ന് അവളോട് പറയാൻ? എന്നിട്ട് അവൾ വന്ന് അവനോട് മിണ്ടി. അവൻ ആൺകുട്ടിയല്ലേ, അവൻ എന്ത് ചെയ്യാൻ? അവൾ അവനെ കണ്ട് മോഹിച്ചു പോയി. എൻ്റെ പെങ്ങളെക്കുറിച്ച് അവനാവശ്യം പറയരുത്. സ്വന്തം പെങ്ങളെ വന്ന് നിലക്കി നിർത്താൻ കഴിഞ്ഞില്ലേ? വല്ല വീട്ടിൽ വന്ന് ബഹളം വെക്കുകയാണോ ചെയ്യേണ്ടത്? എൻ്റെ മോൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അനിയത്തിയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങിയായിരുന്നോ സംസാരിച്ചത്? ഇയാളുടെ അനിയത്തിക്ക് എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടി ഇവിടെ വന്ന് പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ അനിയനും ഇഷ്ടമാണ്. അവർക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ കല്യാണം ആലോചിക്കുകയാണോ അല്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് അവളെ കെട്ടിച്ചു വിടണം അല്ലേ? ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക്. നാട്ടുകാർ പറയുന്ന 5 ആണുങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ലോഡ്ജാന്നാണ് പറയുന്നത്. എൻ്റെ അനിയത്തെ ഇങ്ങോട്ട് തന്നെ കെട്ടിച്ചു വിടണം അല്ലേ? എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അനിയത്തെ പെണ്ണ് ചോദിച്ചത്? അടിച്ച് തലമണ്ട അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാ അടിക്കടാ. നിന്റെ അനിയത്തിക്ക് എൻ്റെ അനിയനെ ഇഷ്ടമാണെങ്കിൽ കല്യാണം ഞാൻ നടത്തി കൊടുക്കും. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടാ. എൻ്റെ അനിയത്തി ഇവിടോട്ട് തന്നെ വരണം. നാട്ടുകാരെങ്കിലും ഈ വീടിനെക്കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ നാണം കെട്ട സ്ഥലത്തോട്ട് തന്നെ വരണം അല്ലേ? ഇനി ഒരു തവണ എൻ്റെ അനിയത്തിയോട് നിന്റെ അനിയൻ സംസാരിച്ചെന്ന് അവൻ്റെ കൈയും കാലും ഞാൻ വെട്ടും. എന്നാ വെട്ടടാ. അവൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റുകയില്ല. അവൻ്റെ 7 അയലവക്കത്ത് എന്ന് കഴിഞ്ഞാൽ നിന്റെ കൈയും കാലും ഞാൻ വെട്ടും. ഇത് കേട്ടില്ലേ? എല്ലാം അവസാനിപ്പിച്ചോളാം. അനിയനോട് പറഞ്ഞേരെ. അത് നിന്റെ അനിയത്തിയോട് എന്ന് പറഞ്ഞേരെ. എന്നാ പോടാ കയറി. സുധീഷും നിധിയും കൂടെ വക്കീലിനെ കാണാൻ വരുന്നതാണ് കാണിക്കുന്നത്. മേഡം, ഞാൻ വിളിച്ചിരുന്നു. ആ ഡിവോഴ്സ് കേസ് അല്ലേ? അതെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5 മാസം. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? മേഡം ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം. മ്യൂച്വൽ പെറ്റീഷൻ ആണോ? 2 പേരും ചേർന്നുള്ള അപേക്ഷ. ഡിവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? 2 പേരും ഒത്തുപോകില്ലെന്ന് മനസ്സിലായി. 2 പേരും ഒത്തുപോകില്ലെന്നത് ഓക്കെ. 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം കോടതിയോട് പറയണ്ടായോ? ഞാനാണ് കാരണം പറയേണ്ടത്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് അപേക്ഷിക്കുന്നത്. എന്നാൽ ഡിവോഴ്സ് ഉടനെ കിട്ടുകയില്ല. കൗൺസിലിങ്ങിന് പോകാൻ പറയാം. നിങ്ങളോട് കാരണവും ചോദിക്കും. നിങ്ങൾ കാരണം പറയേണ്ടി വരും. മിസ്റ്റർ സുധീഷ് ഒന്ന് പുറത്തിരിക്കാമോ? നിധി സംസാരിക്കട്ടെ. മേഡം, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. വീട്ടുകാർ നിർബന്ധിച്ചിട്ടോ? അല്ല, ഡീറ്റെയിൽ പറയാൻ പറ്റുകയില്ല. യാദൃശ്ചികമായാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റുകയില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കാനുള്ള കാരണവും ഇല്ല. പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടോ വീട്ടുകാർ ആലോചിച്ചോ ഉള്ള കല്യാണമൊന്നും അല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമാണ്. പ്ലീസ്, ഇനി ഇങ്ങനെ തുടരാൻ വയ്യ. ഡിവോഴ്സ് കിട്ടിയ അവരവരുടെ കാര്യം നോക്കാമല്ലോ. പ്ലീസ്, എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങി തരണം. സുധീഷിനോട് വരാൻ പറ. അയാളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സുധീഷിനെ വിളിക്കുന്നുണ്ട്. എന്തായി കാര്യം? നമ്മളെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചതാ. ഒരുമിച്ച് ജീവിക്കാനുള്ള കാരണങ്ങളോ ഒന്നുമില്ല. അതാണോ പറയേണ്ടത്? അതല്ലേ ശരി. കല്യാണം നടന്ന സാഹചര്യത്തെക്കുറിച്ച് പറയണ്ട. ഡിവോഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇയാളെന്നാ ചെല്ല്. 2 പേരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കൂടെ ജീവിക്കാൻ ഒരു കാരണമില്ലെന്നാണ് വൈഫ് പറഞ്ഞത്. കോടതി പറയണ്ട. എന്നോടെങ്കിലും പറഞ്ഞൂടെയോ? കേസ് പ്രൊസീഡ് ചെയ്യുമ്പോൾ എനിക്കത് ഉപകാരമാവും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എനിക്കല്ല ഡിവോഴ്സ് വേണ്ടത്, നിധിക്കാണ് ഡിവോഴ്സ് വേണ്ടത്. നിധിക്ക് നിങ്ങളെ ഇഷ്ടമല്ലേ? അത് വെറുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിധിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. അതെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല. ഒരുമിച്ചിരുന്ന് സംസാരിച്ചൂടെ? ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുകയില്ല. ഡിവോഴ്സ് വേണമെന്നുള്ള വാശിയിലാണ് അവൾ. 2 പേരും ഒരുമിച്ചൊരു തീരുമാനം എടുക്കുക. അല്ല, മേഡം പ്രൊസീഡ് ചെയ്തോ? എന്നാൽ നിധിയെ വിളിക്ക്. നിങ്ങളുടെ 2 പേരുടെ ഒപ്പ് വേണം. ID പ്രൂഫും വേണം. ഫോം ശരിയാകുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പം നിങ്ങൾ വന്നാൽ മതി. മേഡം,
ഫോം ശരിയാകുമ്പോൾ തന്നാൽ മതി. എന്നാൽ ശരി. സുധീഷ് നിധിയും കൂടെ നടന്നു വരുന്നു. ഇത് നീലക്കുറിഞ്ഞി ഓൺലൈൻ ചാനലല്ലയോ? അതെ, നിങ്ങൾക്ക് 10 സബ്സ്ക്രൈബർ ആയിട്ടില്ലേ? നിങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ കാണും. എന്നാൽ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ കപ്പിൾസ് അല്ലേ? എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അത് വേണ്ട. അല്ല, ചെറിയ ചെറിയ ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. എന്നാൽ ചോദിച്ചോളൂ. നിങ്ങൾ കപ്പിൾസ് അല്ലേ? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട കളർ ഏതാ? ബ്ലൂ. നിധി അതാണോ? അതെ. നിധിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ കറി, വെജ് ആണെങ്കിൽ സാമ്പാറും പൊട്ടറ്റോ കറിയും. നിധിക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ കുട്ടിക്കാലത്താണെങ്കിൽ ദിലീപൻ, ഇപ്പോഴാണെങ്കിൽ ഫെഫയാണ്. ഇഷ്ടപ്പെട്ട സ്ഥലം സൂപ്പറായിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടോ നിധി നിങ്ങൾ ലക്കിയാണ്. നിധിയോട് ചോദിക്കട്ടെ? വേണ്ട വേണ്ട. അല്ല, ചെറിയ ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. സുധീഷിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? റെഡ് കളറാണെന്ന് തോന്നുന്നു. ആണോ സുധീഷ്? എനിക്കാണെങ്കിൽ ബ്ലാക്ക് ആണ് ഇഷ്ടം. ഈ ഇടയ്ക്കാണെങ്കിൽ നിധി എനിക്കൊരു റെഡ് കളർ ഷർട്ട് മേടിച്ചു, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇഷ്ടപ്പെട്ട ഫുഡോ? എല്ലാ ഫുഡും ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ ഫിഷ് കറി ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കറി ബീഫ് കറിയാണ്. എല്ലാ ദിവസവും ബീഫ് മേടിക്കത്തില്ല, അത് ഫിഷാണ് മേടിക്കുന്നത്. അതാണ് നിധി അത് പറഞ്ഞത്. നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്ന ആരാ? ഞാനാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആരാണ്? ഞാനാണ്. ആരാ കോംപ്രമൈസ് ചെയ്യുന്നത്? സുധീഷാണ്. 2 ചോദ്യത്തിനൊഴികെ ബാക്കി എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. തെറ്റായ ഉത്തരങ്ങൾ എങ്ങനെ ബാക്കിയുള്ളവരോട് മാനേജ് ചെയ്താനും കാണിച്ചു തന്നു. നീലക്കുയിലിൻ്റെ വക നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. എന്നാൽ ശരി. അണ്ടർസ്റ്റാൻഡിങ് കപ്പിളാണെന്ന് ഇവരെന്ത് നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്? എന്നാൽ അവരോട് വിളിച്ചിട്ട് പറയട്ടെ നമ്മൾ ഡിവോഴ്സിന് വേണ്ടി നിൽക്കുവാണെന്ന്. വേണ്ട വേണ്ട, പറയണ്ട. സുധീഷിന് എന്താ പ്രാന്തായോ? അതല്ലേ സത്യം. അവർക്കൊരു കണ്ടന്റ് ആവും, നമ്മളെ എല്ലാവരും അറിയുകയും ചെയ്യും. നമ്മുടെ കാര്യം നമ്മുടെ ഇടയിൽ ഒതുങ്ങിയാൽ മതി. അത് വേറെ ആരോടും പറയണ്ട. അത് എനിക്ക് ഇഷ്ടവുമല്ല. സുധീഷിന് എങ്ങനെ മനസ്സിലായി എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന്? കുറച്ച് നാളായി ഒരുമിച്ച് വീട്ടിൽ താമസിക്കുമല്ലേ, ഇപ്പം പിന്നെ അറിയാതിരിക്കുമോ? ഇതൊക്കെ മുഴുവൻ ഗസ്സല്ലേ? അപ്പം ഞാനും പറഞ്ഞിരുന്നുവല്ലോ. പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നുവല്ലോ. ഇതൊക്കെ ഫ്ലോയിൽ അങ്ങ് സംഭവിക്കുന്നതല്ലേ? ഫ്ലോയിലായാലും ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവല്ലോ. ഓക്കെ ശരി, എന്നാൽ പോവാം. കയ്യിരുന്ന ബൊക്കെ എടുത്ത് നിധി എടുത്ത് കളയുന്നു. സുധീഷ് അത് നോക്കി നിൽക്കുന്നു. അത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.